നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിൽ താഴെത്തട്ട് മുതൽ തെറ്റുതിരുത്തൽ ചർച്ചകൾ സജീവമാകുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ ആവശ്യങ്ങളും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ജനങ്ങളിൽ നിന്നും അകന്നുപോയതാണ് പരാജയ കാരണമെന്ന വിലയിരുത്തലുകൾക്കിടയിലും ജനങ്ങളെയും സന്ദർശകരെയും പൂർണ്ണമായും അകറ്റി നിർത്താൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറമെ വിപുലമായ പുതിയ ഓഫീസ് സമുച്ചയം വേണമെന്ന ആവശ്യവുമായി പിണറായി വിജയൻ രംഗത്തെത്തുമെന്നാണ് സൂചന. സ്പീക്കർക്ക് കത്ത് നൽകാനാണ് ആലോചന. മകൾ വീണ വിജയന്റെ വാടക വീട്ടിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറുമ്പോഴാണ് മുൻഗാമികൾ ആരും ഉന്നയിക്കാത്ത കടുത്ത നിബന്ധനകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാനൊരുങ്ങുന്നത്. മുഖ്യമന്ത്രിക്ക് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക ഓഫീസ് സംവിധാനം ഉള്ളതുപോലെ പ്രതിപക്ഷ നേതാവിന് നിയമസഭാ മന്ദിരത്തോട് ചേർന്ന് വിപുലമായ സ്വതന്ത്ര ഓഫീസ് സൗകര്യം വേണമെന്നാണ് പിണറായി വിജയന്റെ പ്രധാന ആവശ്യം. തന്റെ ഔദ്യോഗിക പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും മറ്റ് ജീവനക്കാർക്കും സുഗമമായി ജോലി ചെയ്യുന്നതിനായി MLA ക്വാർട്ടേഴ്സിനോട് ചേർന്ന് പ്രത്യേക സൗകര്യമൊരുക്കണം. അതായത് കന്റോൺമെന്റ് ഹൌസിൽ പൊതുജനങ്ങളോ സന്ദർശകരോ വരേണ്ടതില്ലെന്നും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എത്തുന്നവരെല്ലാം പ്രതിപക്ഷ നേതാവിന്റെ പുതിയ ഓഫീസിലേക്ക് വരണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത്രയും കാലം പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നവർ തങ്ങളുടെ വസതിയിൽ തന്നെയായിരുന്നു ഓഫീസും സന്ദർശക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നത് എന്ന ചരിത്രമാണ് പിണറായിയുടെ പുതിയ നിർദ്ദേശത്തോടെ തിരുത്തപ്പെടുന്നത്. പൊതുജനസമ്പർക്കം പാർട്ടിയുടെ അന്തകനായെന്ന് വിലപിക്കുന്ന CPM-ന് ജനങ്ങളെ കന്റോൺമെന്റ് ഹൌസിന്റെ പടിക്ക് പുറത്തു നിർത്താനുള്ള പിണറായിയുടെ ഈ പിടിവാശി വലിയ തിരിച്ചടിയാകുമെന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തിപ്പിക്കാനും നീക്കമുണ്ട്. നിലവിൽ മകൾ വീണ വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും വാടകയ്ക്കെടുത്ത വീട്ടിലാണ് പിണറായി വിജയനും ഭാര്യ കമലയും താമസിക്കുന്നത്. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷം പിണറായി എവിടെയായിരിക്കും താമസമെന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. ഇതിനിടെ ഈ വാടക വീടിന് പുറത്തുവെച്ച് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഈ വീട് വാർത്തകളിൽ നിറയുകയും ചെയ്തിരുന്നു. തനിക്ക് കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറാൻ തടസ്സമായി നിൽക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ നിന്ന് ഒഴിയാത്തതാണെന്ന് മുൻപ് വാർത്താസമ്മേളനത്തിൽ പിണറായി വിജയൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ സതീശൻ മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നതോടെ കന്റോൺമെന്റ് ഹൌസിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പിണറായിയും സംഘവും അങ്ങോട്ടേക്ക് പ്രവേശിക്കും. കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറുമ്പോൾ പിണറായി വിജയന്റെ പ്രിയപ്പെട്ട വളർത്തുനായ റോബിനും ഒപ്പമുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ വളർത്തുനായയുടെ സൗകര്യവും സുരക്ഷയുമാണ് പിണറായിയെ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിച്ചതെന്നാണ് കൗതുകരം. നേരത്തെ AKG സെന്ററിന് സമീപമുള്ള ചിന്താ ഫ്ളാറ്റിലേക്ക് പിണറായി മാറുമെന്നാണ് കരുതിയിരുന്നത്. പിണറായിക്കും അതിലായിരുന്നു താല്പര്യം. എന്നാൽ ഫ്ളാറ്റ് സംസ്കാരത്തിൽ വളർത്തുനായ റോബിനെ പരിപാലിക്കുന്നതിനും യഥേഷ്ടം സഞ്ചരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വലിയ പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഔദ്യോഗിക വസതി റെഡിയാകുന്നതുവരെ മകളുടെ വാടക വീട്ടിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചത്. കന്റോൺമെന്റ് ഹൌസിലേക്ക് മാറുമ്പോൾ മകൾ വീണയും റിയാസും വാടക വീട്ടിൽ തന്നെ തുടരാനാണ് സാധ്യത. പിണറായിയും ഭാര്യയും പേഴ്സണൽ സ്റ്റാഫും റോബിനും മാത്രമായിരിക്കും കന്റോൺമെന്റ് ഹൌസിലെ പുതിയ അന്തേവാസികൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടി നേതാക്കളുടെ ആഡംബര ജീവിതവും ധാർഷ്ട്യവും തിരുത്തണമെന്ന് കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി തന്റെ റോബിൻ എന്ന വളർത്തുനായുടെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനുമായി ഔദ്യോഗിക വസതി ആഗ്രഹിക്കുന്നതും സന്ദർശകരെ കാണാൻ വേറെ ഓഫീസ് വേണമെന്ന് ശാഠ്യം പിടിക്കുന്നതും. ഇത് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്യുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.